ആൾദൈവം ചമഞ്ഞുള്ള തട്ടിപ്പുകളുടെ കാലം കഴിഞ്ഞു. ഇപ്പോൾ സ്പിരിച്വൽ ജിഹാദിന്റെയും അല്ലെങ്കിൽ സ്പിരിച്വൽ ഇൻഫ്ലുവൻസർ ചമഞ്ഞുള്ള തട്ടിപ്പുകളുടെയും കാലമാണ്. അത്തരത്തിലൊരു തട്ടിപ്പ് വീരൻ, ആ തട്ടിപ്പ് വീരനെ കുടുക്കിയത് മനുഷ്യാവകാശ പ്രവർത്തകനായിട്ടുള്ള സത്യദാസ് രാമൻ എന്ന് പറയുന്ന അദ്ദേഹമാണ്. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. സർ, നമസ്കാരം. എങ്ങനെയാണ് അങ്ങ് ഈ തട്ടിപ്പ് വീരനെ കുടുക്കാനുള്ള പ്രവൃത്തിയിലേക്ക് ഏർപ്പെടുന്നത്? എന്താണ് ഒടുവിൽ സംഭവിക്കുന്നത്? എന്താണ് ഈ ഒരു സ്പിരിച്വൽ ഇൻഫ്ലുവൻസർ ചമഞ്ഞുള്ള തട്ടിപ്പ് അല്ലെങ്കിൽ സ്പിരിച്വൽ ജിഹാദ് എന്ന് പറയുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ ആദ്യം നമ്മുടെ നാട്ടിൽ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ പേരിലും വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ബേസ് ചെയ്തിട്ടൊരു ഹിമാലയൻ സംതിങ് ആ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആ പേരിലൊക്കെ ഇവർ സജീവമായിട്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ വെർഷനാണ്, ഈ ഓൺലൈൻ വെർഷനാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ സ്പിരിച്വൽ ഇൻഫ്ലുവൻസ് എന്ന പേരിൽ അങ്ങ് പറഞ്ഞിരുന്ന മുഹമ്മദ് സനീബ് എന്ന് പറയുന്ന മൊഹസാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന, പിന്നീട് ജീസസ് എന്ന പേര് മാറ്റിയ, ഇപ്പോൾ ഗുഡ്നസ് എന്ന പേര് മാറ്റിയ, ഇപ്പോൾ പേരൊന്നുമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന. കാരണം FIR ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ പേരില്ല, കാരണം ആൾ രാജ്യത്തെ ഇല്ല. ഇപ്പോൾ ഇദ്ദേഹം പ്രധാനമായിട്ട് വളരെയധികം തീവ്രമായിട്ട് ഇദ്ദേഹം വിമർശിച്ചിരുന്നത് ഇസ്ലാം മതവിഭാഗക്കാരെയായിരുന്നു. ഇദ്ദേഹം ഇസ്ലാം മതത്തിൽ ജനിച്ച മനുഷ്യനാണ്, ഞാൻ ഈ മതം ഉപേക്ഷിക്കുന്നു എന്ന രീതിയിൽ ഇസ്ലാം മതവിഭാഗത്തിൽ നിന്ന് ഇദ്ദേഹം പുറത്തു വന്നതായിട്ട് പറയുന്നു. അതിനുശേഷം ഇദ്ദേഹം മറ്റുള്ളവർക്ക് ഈ ഹൈന്ദവ വിശ്വാസികളെയും ക്രിസ്തീയ വിശ്വാസികളെയൊക്കെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഇദ്ദേഹത്തിൻ്റെ വേട്ടമൃഗങ്ങൾ മുഴുവൻ ഇസ്ലാം മതവിശ്വാസികളായിരുന്നു. അപ്പോൾ അതിലൂടെ ഈ എല്ലാ മതത്തിൽ നിന്നും ആളുകളെ പുറത്ത് കൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക സാമ്രാജ്യം ഇയാൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങിപ്പോൾ ഓഫ് റെക്കോർഡ് പറയുകയുണ്ടായി, ഒരുപക്ഷെ ഇസ്ലാം പറയുന്നതിനേക്കാൾ വലിയ രീതിയിൽ തീവ്രമായ ആശയങ്ങൾ എല്ലാവരിലേക്കും എത്തിച്ചുകൊണ്ട്, ഒരു തരത്തിൽ പറഞ്ഞാൽ താലിബാനിസത്തിലേക്കൊക്കെ പോകാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ആന്റി നാഷണൽ രീതിയിലേക്ക് പോകുന്ന രീതിയിലുള്ള തട്ടിപ്പാണ്, അതിലേക്കാണ് ആളുകളെ മുഴുവൻ ഇയാൾ വലിച്ചിട്ടത് എന്ന്. അത് അങ്ങനെ സംശയിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം 6 കോടി രൂപ ഇദ്ദേഹം സമാഹരിച്ചിട്ടുണ്ട്. ഈ സമാഹരിച്ച 6 കോടി രൂപയിൽ നിന്ന് കുറേയധികം ഇദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽ തന്നെ 15 പേരടങ്ങുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥയടക്കം 15 പേരടങ്ങുന്ന ഒരു വലിയ ഗ്യാങ്ങാണ് ഇദ്ദേഹത്തിൻ്റെ കീഴിലുള്ളത്. അതിൽ ഈ അടുത്തിടെ ഒരു 1300 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ ഹൈറിച്ച് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ അതിൽ നിന്ന് പുറത്തു വന്നിട്ട ആളുകളുണ്ട്. പിന്നെ നിലവിൽ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ ആളുകളുടെ പണം നഷ്ടപ്പെടുത്തി മുങ്ങിയ കുറേ പേരുണ്ട്. ഇപ്പോഴും മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ സജീവമായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ക്രിപ്റ്റോ കറൻസിയുടെ ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ ഫ്രോഡുകളും ഒരുമിക്കുന്ന ഒരു സംഗമവേദിയായിട്ടാണ് ഈ റൂം നമുക്ക്. അപ്പോൾ ഇത്തരം എല്ലാ ഗ്രൂപ്പും, ഇപ്പോൾ ഏറ്റവും ഒരു പുതിയ ഗ്രൂപ്പ് ഇപ്പോൾ ഇതേ ചാനലിൽ ഇതേ ട്രാക്കിൽ മറ്റൊന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, SM എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്. ഇവരൊക്കെ കേരള അന്വേഷണ സംവിധാനങ്ങളുടെ റഡാറിനകത്താണ് ഇവരൊക്കെ. അതായത് ഇവർ ഈ തട്ടിപ്പ് നടത്തുന്നത് സൂം മീറ്റിംഗ് വഴിയാണ് എന്നാണ്. വിവിധ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്, വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. സൂം ഉപയോഗിക്കുന്നുണ്ട്, വാട്സാപ്പ് ഉപയോഗിക്കുന്നുണ്ട്, ഇവർ ടെലഗ്രാം ഉപയോഗിക്കുന്നുണ്ട്, യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട്. ഈ സൂം മീറ്റിംഗ് യൂട്യൂബിൽ ലൈവായിട്ട് കൊടുക്കും. അറ്റ് എ ടൈം ഇത് പുറത്താളുകൾ കാണും. ഈ മീറ്റിങ്ങിൽ എന്താണ് പറയുന്നത്? ഈ മീറ്റിങ്ങിൽ സ്വതന്ത്രമായ ഒരു ജീവിതമാണ് പറയുന്നത്. അതായത് സ്വതന്ത്രമായ ജീവിതം, സ്വസ്ഥമായ ജീവിതം, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള ജീവിതം. നിങ്ങൾക്ക് ഇപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ കേരളത്തിൽ എല്ലാവരും നേരിടുന്നൊരു വലിയ പ്രശ്നം, അല്ലെങ്കിൽ ഇന്ന് ലോകത്തെല്ലാവരും നേരിടുന്ന വലിയ പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി പ്രശ്നങ്ങളാണ്. അത്തരം കൂടുതൽ അനുഭവിക്കുന്ന ആൾക്കാരെ മുഴുവൻ സെലക്ട് ചെയ്യും. ഇവരിലേക്ക് ധനം എത്തിക്കലാണ് ആദ്യത്തെ പടി. അതൊരു മിറാക്കിൾ പോലെ പൈസ നമ്മളിലേക്ക് എത്തിക്കും. അപ്പോൾ അതിൽ നമ്മൾ വിശ്വസിക്കും. ആ എത്തിച്ച ഒരാൾ അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് പൈസ കടം വാങ്ങിക്കാൻ നമ്മൾ നിർബന്ധിതരാകും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് അവിടെ ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്രൂപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ നിന്ന് തന്നെ നമുക്ക് സഹായം വരും. അപ്പോൾ നമ്മൾ അതിലൂടെ കടബാധ്യത നമ്മൾക്ക് വന്നു, പക്ഷേ മിറാക്കിളായിട്ട് നമ്മുടെ പൈസ എത്തുന്നു. അങ്ങനെ നമ്മുടെ എന്തൊക്കെ സാമ്പത്തിക ആവശ്യമുണ്ടോ അതിന് മുഴുവൻ പൈസ നമ്മളിലേക്ക് എത്തും. നമ്മൾ വിശ്വസിക്കും. പക്ഷേ ഇത് പ്ലാൻഡ് ആണിത്. പിന്നീട് നമുക്ക് മനസ്സിലാവും ഇത് പ്ലാൻഡ് ആണെന്നുള്ളത്. അത് അതിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മനസ്സിലാവും പ്ലാൻഡ് ആണെന്നുള്ളത്. അപ്പോൾ എനിക്ക് തന്നെ അവിടെ ജോയിൻ ചെയ്യാനായിട്ട് അവിടെ തന്നെയുള്ള ആളുകളാണ് നമുക്ക് സാമ്പത്തികമായ സഹായം ചെയ്യുന്നത്. പക്ഷേ അത് കടമാണ്.
അത് നമ്മൾ തിരിച്ചു കൊടുത്തേ പറ്റൂ. ആ രീതിയിലേക്ക് നമ്മൾ പോകുന്നു. പക്ഷേ ഇവിടെ കൊടുക്കുന്നത് നമുക്ക് തിരിച്ച് കിട്ടില്ല. അതായിരുന്നു എൻ്റെ സാഹചര്യം. പക്ഷേ ഇദ്ദേഹം ഇവിടെ ചെയ്തത്, നമ്മൾ ആദ്യം ഇദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം നമ്മളെ മതവികാരത്തെ വ്രണപ്പെടുത്തും. പിന്നെ രാജ്യപുരോഗതിയിലേക്ക് നയിക്കുന്ന നികുതി പോലുള്ള കാര്യങ്ങൾ, അത് ഇദ്ദേഹം ഈ 6 കോടി രൂപ പിരിച്ചതിൽ 1 രൂപ ഇദ്ദേഹം നികുതി അടച്ചിട്ടില്ല. അല്ല, തട്ടിപ്പ് വീരന്മാർ അത് ചെയ്യില്ലല്ലോ. അല്ല, മറ്റുള്ളവർ തട്ടിപ്പാണ് നടത്തുന്നതെങ്കിൽ ഒരു കമ്പനിയൊക്കെ രജിസ്റ്റർ ചെയ്യും, അല്ലെങ്കിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് കിട്ടാവുന്ന എല്ലാ ഫെസിലിറ്റീസും വാങ്ങിച്ച ശേഷം ബാക്കി തുക നികുതിയായിട്ട് അടയ്ക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടുവന്നിരുന്നത്. പലപ്പോഴും ഇത് എൻ്റെ ആദ്യത്തെ ഓപ്പറേഷനല്ല, നമ്മൾ പല ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കാണുന്നത് നമുക്ക് ഇവരൊക്കെ ഒരു രാജ്യ താല്പര്യം കൂടെ കണക്കിലെടുത്തുകൊണ്ട് ചെയ്യും. ഇത് രാജ്യ താല്പര്യം പറഞ്ഞ സാധനം ഇങ്ങോട്ട് നിഘണ്ടുവിലില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്പിരിച്വൽ ഇൻഫ്ലുവൻസർ നടത്തുന്ന ഒരു ജിഹാദാണിത്. അതുകൊണ്ടാണ് നമ്മൾ സ്പിരിച്വൽ ജിഹാദ് എന്ന് പറയുന്നത്. അത് മറ്റുള്ളവർ ഉദ്ദേശിക്കുന്ന ആ ടേമിലല്ല ഇത് ശരിക്കും പറഞ്ഞാൽ. അതിനൊക്കെ അപ്പുറമാണ്. അതിനപ്പുറമാണ്. കാരണം ഇത് 2 പ്രാവശ്യം ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ഇത് തടസ്സപ്പെട്ടിട്ടുണ്ട്, സംപ്രേഷണം. അതിൻ്റെ 2 പ്രാവശ്യം തടസ്സപ്പെടാൻ കാരണം ഇവർ മാത്രം ഓപ്പൺ ചെയ്ത് കൊടുക്കാവുന്ന, അതായത് യൂട്യൂബ് ലിങ്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൂമിൽ ഇവർ അനുവദിക്കാതെ ഒരാൾക്കും ഹാൻഡ് റൈസ് ചെയ്ത് ഒരു വീഡിയോ അതിനകത്ത് പ്ലേ ചെയ്യാൻ പറ്റില്ല. അതിൽ 2 പ്രാവശ്യം താലിബാൻ്റെ ആ വീഡിയോകൾ പ്ലേ ചെയ്തു. അവരാളുകളെ കൊല്ലുന്ന വീഡിയോകൾ 2 പ്രാവശ്യം പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ പല നഗ്ന വീഡിയോകളുടെയും ദൃശ്യങ്ങൾ സ്ത്രീകളടക്കം ഇരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ അറിയാതെ കയറി വന്നുള്ള രീതിയിൽ കയറി വരും. ഇതിങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്നാൽ യൂട്യൂബ് തന്നെയാണ് ഇവരെ സംപ്രേഷണം നിർത്തിവെക്കുക പലപ്പോഴും. എന്നിട്ട് ഇവർ രണ്ടാമത് തുടങ്ങേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധ കുറവൊന്നുമല്ല, ബോധപൂർവ്വം ഇത് ഒളിച്ചു കടത്തുന്ന പോലെ തോന്നലാണ് നമുക്ക് വരുന്നത്. പിന്നെ ഇസ്ലാമിക മതവിശ്വാസത്തിലുള്ള തട്ടം, അതുപോലെ 5 നേരം നിസ്കാരം, അതുപോലെ എന്തൊക്കെയാണോ മതവിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് അതെല്ലാം ഉപേക്ഷിക്കാൻ പറയും. ഹൈന്ദവരാണെങ്കിൽ ആലിലെ താലി സ്ത്രീകൾ ചേർത്തുന്നുണ്ട്, അത് ഉപേക്ഷിക്കാൻ പറയും. താലി ഉപേക്ഷിക്കണം, വീട്ടിലുള്ള വിഗ്രഹങ്ങൾ മുഴുവൻ ഉപേക്ഷിക്കണം. അതുകൂടാതെ നമ്മുടെ വീട്ടിൽ നമ്മൾ ആന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐശ്വര്യത്തിന് വേണ്ടി വയ്ക്കും. നെറ്റിപ്പട്ടമൊക്കെ ഐശ്വര്യത്തിന് വേണ്ടി വയ്ക്കുന്ന സംവിധാനമുണ്ട് ഹൈന്ദവർക്ക്. ക്രൈസ്തവ വിശ്വാസികളാണെങ്കിൽ ക്രിസ്തുവിൻ്റെ ഫോട്ടോ ഇല്ലാത്തൊരു ക്രൈസ്തവ വീടുണ്ടാവില്ല. പിന്നെ മരിച്ചുപോയ ആളുകളുടെ മുഴുവൻ ഫോട്ടോ മാറ്റണം, ഇൻക്ലൂഡിങ് നമ്മുടെ രാഷ്ട്രപിതാവ്. അപ്പോൾ ഇദ്ദേഹം വിഭാവനം ചെയ്യുന്ന ഒരു ലോകം വരുന്ന സമയത്ത് നമ്മുടെ കോടതികളിലൊന്നും നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ഫോട്ടോ ഉണ്ടാവില്ല, ഭരണസ്ഥിതാ കേന്ദ്രങ്ങളിലൊന്നും നമ്മുടെ അശോക ചക്രമോ ഒന്നും ഉണ്ടാവില്ല. അതൊന്നും പാടില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. ഇദ്ദേഹം വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ട്, ജനാധിപത്യ സംവിധാനത്തിലെ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണം, തിരഞ്ഞെടുപ്പ് വേണ്ട, നിങ്ങളാരും അതിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല, വോട്ട് ചെയ്യാൻ പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡിസംബർ മാസം 10-ാം തീയതിക്ക് മുമ്പ് പറയുമ്പോഴാണ് നമ്മൾ ഇത് മനസ്സിലാക്കുന്നത്. ഇത് വളരെ ഡേഞ്ചറസ് ആണ്. ഇയാൾ ചിന്തിക്കുന്നത്, ഇയാൾ പ്രവർത്തിക്കുന്നത് ഈ സ്പിരിച്വൽ ജിഹാദ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പിരിച്വൽ ഇൻഫ്ലുവൻസർ എന്ന പേരിൽ ഇയാൾ രാജ്യത്തിനെതിരെയാണ് ഇയാൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നത്. അതായത് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന നിലവിൽ ഇയാൾ ഒളിവിലാണ്. അത് ഇയാൾ ഏറ്റവും വിമർശിക്കുന്ന അറബ് രാഷ്ട്രങ്ങളൊന്നായിട്ടുള്ള ദുബായിലാണ് ഇയാൾ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ദുബായ് അയാളെ സംരക്ഷിക്കുന്നു, അയാൾ ഇതിനെതിരെ പറയുന്നു, ഖുറാനെതിരെ പറയുന്നു. അപ്പോൾ ഇത് നമുക്ക് മാച്ച് ആവുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇയാൾ പിടിയിലാകുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം കേരള പോലീസ് വളരെ സക്രിയമായി തന്നെ ഇതിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും ഈ തട്ടിപ്പ് വീരൻ പിടിയിലാകട്ടെ, അയാളും അയാളുടെ സംഘാംഗങ്ങളും. അതെ, അയാൾ മാത്രമല്ല, ഇവർക്കും തുല്യമായ പങ്കാളിത്തത്തിനകത്തുണ്ട്. അതെ.